So why am I like this? Something's always amiss. Can't put my finger on it, but it's there. Hello everyone, good morning. You guys might be wondering why I'm riding this Royal Enfield now. So today I'm going to Bangalore. The plan was very quick. Like yesterday ഞങ്ങൾ പ്ലാൻ ചെയ്തു. എൻ്റെ ഫ്രണ്ടിനവിടെ ഒരു വർക്കുണ്ട്. സോ ഞങ്ങൾ കാറിലാണ് പോകുന്നത്. ഒരു ഹൈബൂസ കാണും. മറ്റേ നമ്മുടെ 25th ആനിവേഴ്സറിയുടെ ഹൈബൂസ ഇല്ലേ, അത് ബാംഗ്ലൂരിൽ നിന്നാണ് എടുത്തത്. അപ്പോൾ അതിന് കുറച്ച് വർക്കുണ്ട് അവിടെ. ഞങ്ങൾ അതിന് വേണ്ടി പോവാം. ഒരു ബൈക്ക് കാണും. സോ അത് ഞാനും അവനും മാറി മാറി ഓടിക്കും. പിന്നെ അവൻ്റെ കാറും ഉണ്ട്. സോ ഞങ്ങൾ ടോട്ടൽ 4 പേരാണ് പോകുന്നത്. സോ എവറിത്തിങ് ഈസ് റെഡി. സോ നൗ ദ ടൈം ഈസ് 6:20. സോ ഞാനിപ്പം അവൻ്റെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുമോ. ആദ്യം ഞാൻ വിചാരിച്ചേ ഗൈസ് എൻ്റെ വണ്ടിയും എടുക്കാമെന്ന് വിചാരിച്ചതാണ് ബാംഗ്ലൂർ പോകാൻ. പക്ഷേ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് പ്ലാനൊന്നുമില്ല. ഐ മീൻ ഇവിടെ കറങ്ങണോ അങ്ങനെ പ്ലാനൊന്നുമില്ല. അപ്പോൾ ഇറ്റ്സ് വേസ്റ്റ്. കാരണം അറ്റ്ലീസ്റ്റ് 10,000 ചിലവാകും ഓൺലി ഫോർ പെട്രോൾ. ദാറ്റ് ഈസ് മിനിമം ഐ ആം സേയിങ്. അഗൈൻ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ഹൗ ഐ റൈഡ്. സോ അത്രയും ചിലവാണ്. അതുകൊണ്ട് എൻ്റെ വണ്ടി എടുക്കണ്ടെന്ന് വിചാരിച്ചു. I feel really odd when I ride Royal Enfield with all these gears. I thought of not wearing these gears, but you know, again, safety. Highway അല്ലേ. ഹൈവേയിലൊക്കെ ഓടിക്കുമ്പോൾ ഉറപ്പായിട്ടും ഗിയേഴ്സ് ഇടണം. കാരണം സ്പീഡ് നമുക്കറിയാൻ പറ്റില്ല. നല്ലൊരു ഓപ്പൺ റോഡ് കിട്ടിക്കഴിഞ്ഞാൽ വിൽ ഡെഫിനറ്റ്ലി പുൾ. ഈസി ആയിട്ട് 200+ അടിക്കും. അപ്പം ഗിയേഴ്സ് വേണം ഫോർ അവർ സേഫ്റ്റി. സോ ഇതാണ് എൻ്റെ ഓൾട്ടർനേറ്റ് ബൈക്ക് ഗൈസ്. ഇത് ക്ലാസിക് 500 ഡെസേർട്ട് സ്റ്റോം. ഇത് ഞാൻ ലോക്കൽ റണ്ണിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. എല്ലായിടത്തും നമ്മൾ ഹൈബൂസ് എടുത്തുകൊണ്ട് പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ ഈ ബൈക്കിലാണ് ഞാൻ നോർമൽ ഓടിക്കുന്നത്. ഐ മീൻ ലോക്കലൊക്കെ ഓടിക്കുന്ന ഈ ബൈക്കിലാണ്. ജസ്റ്റ് ചെറിയ ചെറിയ ആവശ്യങ്ങൾക്ക് വേണ്ടി ഈ ബൈക്ക് എടുത്തുകൊണ്ട് പോകും. സോ നമ്മുടെ ഒരു കൂട്ടുകാരനെ ഇവിടുന്ന് പിക്ക് ചെയ്യണം. സോ അവൻ വന്നുകൊണ്ടിരിക്കുക. സോ ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഇതാണ് എൻ്റെ ക്ലാസിക് 500. സോ ഗൈസ്, ഞങ്ങൾ ഈ കാറിലായിരിക്കും പോകുന്നത്. ഒരാൾ ബൈക്ക് ഓടിക്കും, ബാക്കി 3 പേര് കാറിലിരിക്കും. അങ്ങനെ പോകാൻ പ്ലാൻ ചെയ്തേക്കുന്നത്. ബ്രോ സ്റ്റോക്ക് ലുക്ക് മസ്ത്. ഗൈസ്, അങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഇവിടെ നിർത്തി. അടുത്ത് തന്നെ, ഇപ്പോൾ സ്റ്റാർട്ടായതേ ഉള്ളൂ. ഇവിടുന്ന് കഴിച്ചിട്ടങ്ങ് പോയി ഒറ്റയടിക്കാൻ പോകാമല്ലോ. സോ ഗൈസ്, ഇതാണ് കിയയുടെ പ്ലാന്റായി കാണുന്നത്. ഇതുണ്ടോ, ആന്ധ്രാപ്രദേശിലാണ് ഇത്. നമ്മൾ ബാംഗ്ലൂർ ടു ഹൈദരാബാദ് ഹൈവേ അതിൽ കാണാം. ഇതുണ്ടോ, എത്ര വലുപ്പമുള്ളതെന്നറിയോ. വെരി ബിഗ്. ഇത്രയൊന്നുമല്ല, അങ്ങ് അറ്റം വരെ ഉണ്ട്. കുറേ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് വണ്ടിയൊക്കെ ഇങ്ങനെ എല്ലാം അസംബിൾ ചെയ്തിട്ടേക്കുന്ന കാണാം. ഇത്തിരി വലുതാ. ഇതാണ് ഞങ്ങളുടെ കാർ. ഇവിടെ നിർത്തി 2-3 ഫോട്ടോസൊക്കെ എടുക്കുക. അങ്ങനെ ഞങ്ങൾ ചായ കുടിക്കാനായിട്ട് ഇവിടെ നിർത്തിയതാണ്. അപ്പോൾ അതെ, താജ് പാലസ് എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻറ്റ്. ഇതുണ്ട്, ബോട്ടിൻ്റെ തീമാണ് ഫുള്ള്. സോ അവിടെ നിന്നപ്പോഴാണ് ഞാൻ കണ്ടത്. എന്തോ അത് കണ്ട
മലയാളത്തിൽ എഴുതി വെച്ചേക്കുന്നത്. അപ്പോഴാണ് മനസ്സിലായത് മലയാളി ഓണർ മലയാളിയാണ്. സോ ഗൈസ്, അങ്ങനെ ബ്രേക്ക് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെയും പോയപ്പോൾ ഞാനാണ് വണ്ടി ഓടിക്കുന്നത്. ഇത്രയും നേരം നമ്മുടെ ശശാങ്ക ഓടിച്ചുകൊണ്ടിരുന്നത്. ഫ്യൂൽ അടിക്കാനായിട്ട് നിർത്തണം. സോ വെതറൊക്കെ ഓസമാണ്, അധികം ചൂടൊന്നും തോന്നിക്കുന്നില്ല. പകുതി വേ പോലും ആയിട്ടില്ല, ഞങ്ങൾ കുറേ കിടക്കുന്നു ഇനി പോകാൻ. സോ മേ ബി നൈറ്റ് ആവും. ഞങ്ങൾ ബാംഗ്ലൂർ എത്തുമ്പോഴെന്തായാലും നൈറ്റ് ആവും. പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ ഒരു സുസുക്കിയുടെ ഒരു ഇവൻ്റ് ഉണ്ട്. അത് ഈ ബൈക്ക് എടുത്ത് ഷോറൂംകാർ തന്നെ ഓർഗനൈസ് ചെയ്യുന്നതാണ്. ഇപ്പം ഇവൻ്റെ ഈ 3rd Gen പൂസ ഇല്ല, അതവിടെ സബ്മിറ്റ് ചെയ്യേണ്ടി വരും. കാരണം അത് റീകോൾ ആയതുകൊണ്ട്. കാരണം ഈ 25th ആനിവേഴ്സറി കുറേ ബൈക്സിന് അതിൻ്റെ ബ്രേക്കിന് എന്തോ ഇഷ്യൂ വരുമെന്ന് പറഞ്ഞിട്ട് കമ്പനി റീകോൾ ചെയ്തിട്ടുണ്ട്. അപ്പം ബാംഗ്ലൂർ മാനേജർ അവിടെ നിന്ന് വണ്ടി എടുത്ത്, അപ്പോൾ അവിടുത്തെ മാനേജർ പിന്നെ കോൺടാക്ട് ചെയ്തിട്ട് വണ്ടി കൊണ്ട് ചെല്ലാൻ പറഞ്ഞു. സോ അതവിടെ വിട്ടിട്ട് പോകണം അവർ. അത് ചെക്ക് ചെയ്തിട്ട് അതിന് ഇഷ്യൂ ഒന്നും ഇല്ലെന്നുണ്ടെങ്കിൽ അത് തിരിച്ചു തരും. അല്ല എന്തെങ്കിലും ഉണ്ട്, അതിനെന്തെങ്കിലും പാർട്സ് മാറ്റണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ജപ്പാനിൽ നിന്നല്ലേ വരുന്നത്. CB യൂണിറ്റ് ആയതുകൊണ്ട് അവിടെ നിന്ന് ഉണ്ടാക്കി വരുന്നതല്ല, പാർട്സായിട്ട് വന്ന് ഇവിടെ അസംബിൾ ആവുന്ന വണ്ടിയല്ല ഇത്. അവിടെ നിന്ന് തന്നെ ഫുള്ള് ഉണ്ടാക്കി വരുന്നത്. അപ്പം പാർട്സൊക്കെ അവിടെ നിന്ന് വരാനായിട്ട് കുറച്ച് സമയമെടുക്കും. അപ്പോൾ അതനുസരിച്ചായിരിക്കും നമ്മൾ ഒരു വണ്ടി എപ്പോൾ തരുമെന്നുള്ള കാര്യം പറയുന്നത്. പിന്നെ നാളെ ഒരു ഈവൻ്റ് ഉണ്ടെന്ന് ഞാൻ സൂചിപ്പിച്ചായിരുന്നല്ലോ, അതിന് ഞങ്ങൾ ഓൾറെഡി 4 പേര് പേര് കൊടുത്തായിരുന്നു. ഞങ്ങൾ ഹൈദരാബാദിലെ പോലല്ല, ഒത്തിരി ഹൈബൂസ അവിടെ സെയിലായിട്ടുണ്ട്. അപ്പം അങ്ങനെ ഞങ്ങൾ ഉച്ചയ്ക്ക് കഴിക്കാനായിട്ട് ഇവിടെ ഗോ പിസ്സ എന്ന് പറഞ്ഞൊരു പിസ്സ കോർണറിൽ വന്നു. ഓർഡർ ചെയ്തു, വെയിറ്റ് ചെയ്യാണ്. ഓക്കെ, ഇവിടെ സാമ്പിൾ ഉണ്ടാക്കി വെച്ചേക്കുന്നത് മെനു. ചെറിയ ഷോപ്പ്, പക്ഷേ എൻ്റെ ഫ്രണ്ട് പറഞ്ഞു അവർ നേരത്തെ ഇവിടെ കഴിച്ചിട്ടുണ്ടെന്ന്. ടേസ്റ്റ് അടിപൊളിയാന്ന് പറഞ്ഞു. ഒരു ട്രൈ ചെയ്യുക. സോ ഗൈസ്, ഞങ്ങളിപ്പോൾ ഇവിടെ ജസ്റ്റ് ചായ കുടിക്കാനായിട്ട് നിർത്തിയതാണ്. ഒത്തിരി ലേറ്റായി, കാരണം കുറച്ച് ട്രാഫിക് ഉണ്ടായിരുന്നു. റോഡൊക്കെ കുറച്ച് അണ്ടർ കൺസ്ട്രക്ഷൻ ആയിരുന്നു, കൊണ്ട് വരാൻ പറ്റിയില്ല. സ്പീഡിൽ പോകാൻ പറ്റിയില്ല. ഇനി ഇവിടുന്ന് ഒരു 50 കിലോമീറ്റർ ഉണ്ട് ഞങ്ങളിപ്പം ബുക്ക് ചെയ്ത ഹോട്ടലിലോട്ട് പോകാനായിട്ട്. സോ ഗൈസ്, ഞങ്ങളങ്ങനെ ബാംഗ്ലൂർ സുസുക്കി ഷോറൂമിലെത്തി. ഇവിടെ നിന്നാണ് നമ്മുടെ Gen 3 ഹൈബൂസ വാങ്ങിച്ചത്. ഇവിടുത്തെ മാനേജറിനെ കാണാനായിട്ട് ഇപ്പോൾ ഓൾറെഡി പുള്ളി ഉണ്ട് അകത്ത്. ഞങ്ങൾ വെളിയിൽ നിൽക്കുക. ആക്ച്വലി ട്രാഫിക് ആയതുകൊണ്ട് കുറച്ച് റോഡ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി. മാപ്പ് തെറ്റി നമ്മുടെ Gen 3 പൂസ വേറെ സ്ഥലത്തോട്ട് പോയി. ഞങ്ങൾ ഓൾറെഡി കാറിൽ ഇവിടെ എത്തി. ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക. ഇവിടെ നിന്നൊരു 5 കിലോമീറ്റേഴ്സ് കണ്ടേ ഉള്ളൂ ഞങ്ങൾ എടുത്ത ഹോട്ടലിൻ്റെ റൂം. സോ അത് കഴിഞ്ഞിട്ട് അവിടെയൊക്കെ പോകും ഞങ്ങളിപ്പോൾ. അങ്ങനെ സമയം 9:40 ആയിപ്പോൾ ഞങ്ങളിപ്പോഴാ ഹോട്ടലിൽ വന്ന് ഫിഷസ് കണ്ടോ. താഴെ വണ്ടി പാർക്ക് ചെയ്യുമോ, പാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് റൂമിലോട്ട് പോകണം. സോ ഫൈനലി റൂമിലെത്തി. ഇതാണ് റൂം. ക്യൂട്ട്. നാളെ രാവിലെ 9 മണിക്കാണ് സുസുക്കിയുടെ ഇവൻറ്റ് സ്റ്റാർട്ടാവുന്നത്. സോ ആ ടൈമിലേക്ക് ഞങ്ങൾ ഷോറൂമിൻ്റെ മുന്നിലെത്തണം. ഗൈസ്, അങ്ങനെ ഞങ്ങൾ രാവിലെ മോർണിംഗ് 9:30 ആയപ്പോൾ 9 o'clock ആയപ്പോൾ എഴുന്നേറ്റു. ഇപ്പം ഞങ്ങൾ സുസുക്കി ഷോറൂമിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. രാവിലെ കുറേ സൂപ്പർ പിക്സിൻ്റെ സൗണ്ടൊക്കെ വന്നായിരുന്നു. രാവിലെ തന്നെ ട്രാഫിക് ഉണ്ടോ. ഞങ്ങളുടെ ജാക്കറ്റ്സ് എല്ലാം പുറത്തിങ്ങനെ കിടക്കുക കാറിൻ്റെ അകത്ത് തന്നെ. ഞാനിപ്പോൾ ഗിയറൊന്നും ഇട്ടിട്ടില്ല. ഇപ്പം ബൈക്ക് എന്തായാലും സബ്മിറ്റ് ചെയ്യേണ്ടി വരും. സബ്മിറ്റ് ചെയ്തിട്ട് ഞങ്ങൾ തിരിച്ച് കാറിലായിരിക്കും പോകുന്നത്.
സോ ഗൈസ് ഇതാ പുതിയ സുസുക്കിയുടെ GSX 8R. സോ ഇത് ട്വിൻ സിലിണ്ടറാ 800cc. ഒത്തിരി ചെറുതായിട്ടാണ് തോന്നുന്നത് എനിക്ക്. ഇത് 4 സിലിണ്ടറാ. 2 മോഡലുണ്ട്. ഒരെണ്ണം 800ന്റെ, ഇത് 1000cc. So we have a buffet in a 42 Sundance Brave Garden. It is 146 items out there. You can have like whole day. You don't want to take anything. Okay, this is just for getting. And thanks for coming. And I really love to see you all. And really I'm happy to hear like today event was happening. I don't know how it is happening, but here you people are making it grand. That's all I'm expecting from you all. Sitting throwing rocks across the pavement, hoping they will cave in and swallow me whole. Wondering why my mind keeps on spinning. This isn't how living to me was told. Why am I like this? Something's always amiss. Can't put my finger on it, but it's there. Wait for it to subside, but my mind won't apply. Waiting for the clear. Is it bad sometimes? I like it when I lose control. There's something in it that's so beautiful. Listen, I can see the light but I can also see the bones നൈറ്റൊക്കെ സ്ക്രീൻ ആയതുകൊണ്ടോ വലിയ സ്ക്രീൻ. നല്ല ആംബിയൻസാ കേട്ടോ. ഐ ലവ് 46 ഓൺസ്. ഇതാണ് ഇതിൻ്റെ പേര്. ഡിഫറെൻറ്റ് ഈവൻറ്റ് നടക്കുന്നുണ്ട്. ഇവിടെ ഒരു കുഞ്ഞിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. സെയിം ഇവിടെ ഒരു പഗ്ഗിൻ്റെ ബർത്ത്ഡേ. I know you told your friend you're not okay, and tell me what's wrong and why you never said you felt that way. Guess you're trying to stay strong and fake a smile until I look away. But I've known you too long. It hurts to watch your blue eyes fade to gray as you fade away. As you fade away. Yeah, I'm about to fade away. Cause every time I wake up I feel like it's Monday. Something's going wrong with all the chemicals. അങ്ങനെ ഫൈനലി ഈവൻറ്റ് നടക്കുന്നത് റീച്ചായി. വേറെ കുറേ വണ്ടികളുണ്ടായിരുന്നു. So again, we are lining up here. Yeah, I'm about to fade away. Cause every time I wake up I feel like it's Monday. Something's going wrong with all the chemicals up in my brain. All of a sudden I don't look at anything the same way. Gotta build up of my thoughts sitting in an ashtray. I'm sorry that I'm so inconvenient, okay.
Just let me be me and I'll see the way you look at me, I'm such a disgrace. I never really asked to be brought into this place. You wanna love me? Well then baby I have a taste. All the highs and the lows, no you'll never be the same. I don't really wanna hurt you but I can't control the pain. If you're sticking by my side, maybe we could be okay. Okay, maybe you could be the change I need today. I promise that I'll never felt this way. I really hope that you will choose to stay through all the I know you told your friend you're not okay. And tell me what's wrong and why you never said you felt that way. Unless you try to stay strong and fake a smile until I look away. But I've known you too long, it hurts to watch your blue eyes fade to gray as you fade away. As you fade away. As you fade away. സോ ഗൈസ്, ഞാനിപ്പോൾ ഓടിക്കുന്ന വണ്ടിയാണ് സുസുക്കി വീസ്റ്റോം. സോ ഓരോരുത്തരൊക്കെ ഇങ്ങനെ പെതുക്കെ പോയിക്കൊണ്ടിരിക്കുക. കുറേ പേര് ഒക്കെ വെള്ളി കറങ്ങിയിട്ട് വരിക. ശരിക്കും പറഞ്ഞാൽ ഇവിടെ നിൽക്കാൻ പറഞ്ഞു ഞങ്ങളോട്. 6 മണി കഴിഞ്ഞിട്ട് ഇറങ്ങാൻ പറഞ്ഞു. അന്നേരം ഇവൻ്റ് കഴിയുള്ളൂ. ഇപ്പോൾ ഞങ്ങൾ നേരത്തെ ഇറങ്ങുക, കാരണം ഹൈദരാബാദിൽ പോകണം. ഒത്തിരി ലേറ്റാവും, ഒത്തിരി രാത്രിയാവും. സോ ഞങ്ങൾ നേരത്തെ ഇറങ്ങാം. ലെഫ്റ്റ്. സോ ഗൈസ്, ഇപ്പോൾ ഞങ്ങൾ വണ്ടി നമ്മളെ ബൂസ് വിട്ടിട്ട് പോകണം. ഇവിടുത്തെ ഷോറൂമിൽ വിട്ടിട്ട് പോകണം, കാരണം അത് റീകോൾ ആയില്ലേ. അപ്പം ഒരു 2 മാസം വരെ ആ വണ്ടീനെ എടുക്കാൻ പറ്റില്ല. ജാപ്പാനിൽ നിന്ന് സാധനങ്ങളൊക്കെ വന്നാലേ അത് മൊത്തം റീഫിറ്റ് ചെയ്ത് എന്താണ് അതിൻ്റെ പ്രശ്നം അതെല്ലാം മാറ്റിയിട്ട് അവർ തിരിച്ചു വിടുകയുള്ളൂ വണ്ടി. സോ ഇപ്പോൾ ഞങ്ങൾ ഷോറൂമിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഇത്രയും നല്ല ഈവൻ്റ് ആണെന്ന് എക്സ്പെക്റ്റ് ചെയ്തില്ല ഗൈസ്. ഞാൻ അങ്ങനെ ഉണ്ടെന്നെങ്കിൽ ഞാൻ എൻ്റെ വണ്ടിയും കൂടെ കൊണ്ടുവന്നേനെ. എത്ര ബൂസ, ഹൈ ബൂസ കൊണ്ട് 25th ആനിവേഴ്സറി വളരെ റെയറാന്ന് കരുതി. പക്ഷേ 25th ആനിവേഴ്സറി എഡിഷൻ ഇവിടെ ഇഷ്ടം പോലെ ഒത്തിരി എണ്ണം ഉണ്ടായിരുന്നു. Gen 2, Gen 3 ഹൈബൂസ തന്നെ, സുസുക്കി വെച്ച ഹൈബൂസയല്ലേ. എന്നോട് എന്തൊക്കെയോ ഈവൻറ്റ് നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ DJ പാർട്ടി ഉണ്ടെന്ന് പറഞ്ഞു. സോ ഞങ്ങൾ അതിനൊന്നും നിൽക്കുന്നില്ല, ഞങ്ങൾ പോവുക. പിന്നെ എല്ലാം നല്ലതായിരുന്നു ഗൈസ്. രാവിലെ മുതൽ അവർ ട്രീറ്റ് ചെയ്ത വേ, പിന്നെ ഹോട്ടൽ, ഇറ്റ് വാസ് എ 5-star ഹോട്ടൽ ഗൈസ്. ഞാനത് പെർ ഹെഡ് അത് 5,000 സംതിങ് പെർ ഹെഡ് അവിടുത്തെ ചാർജ്. സോ ഇറ്റ് വാസ് റിയലി വണ്ടർഫുൾ. വി എൻജോയ്ഡ് എവ്രിതിങ്. ടൈം ബസ്സായില്ല, കുറച്ച് നേരത്തെ ഇറങ്ങേണ്ടതായിരുന്നു. ഐ മീൻ ഒത്തിരി നേരത്തെ സ്റ്റാർട്ട് ചെയ്യേണ്ടതായിരുന്നു, പക്ഷേ ഒത്തിരി ലേറ്റായിട്ട് അവർ സ്റ്റാർട്ട് ചെയ്ത്. ആ ഒറ്റ ഒരു ഇതേ ഞാൻ നെഗറ്റീവായിട്ട് കണ്ടുള്ളൂ. ബാക്കി എവറിത്തിങ് വാസ് റിയലി ഓസം. സോ ഇതൊരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. അവിടെ ലക്കി ഡ്രോ ഒക്കെ നടക്കുന്നുണ്ട്, എന്തൊക്കെയോ ഒരു കൊടുക്കുന്നുണ്ട്. ഞങ്ങൾ അതിനു വേണ്ടി നിന്നില്ല, ഞങ്ങൾ അതിന് മുന്നേ ഇറങ്ങി. ഇത് ഫോം ഫില്ല് ചെയ്ത് കഴിഞ്ഞപ്പോൾ കിട്ടിയത് ഇതാ ബാൻഡ്. നമ്മുടെ ബൂസ പറയുന്നു വരുന്നുണ്ട്. ഇത് ഞാൻ അന്ന് വണ്ടി വെർസീസ് ഓടിച്ചില്ലായിരുന്നു, അതുപോലൊരു വണ്ടിയാണ്. ഇങ്ങനെ ഓപ്പൺ ആയിട്ടിരുന്ന് ഓടിക്കാൻ പറ്റിയൊരു വണ്ടി. സോ ഓവറോൾ ഇതൊരു വണ്ടർഫുൾ എക്സ്പീരിയൻസ് ആയിരുന്നു ഗൈസ്. ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഇത്രയധികം എക്സ്പെക്റ്റ് ചെയ്തില്ല. ഓക്കെ സോ അങ്ങനെ ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഇനിയും സുസുക്കി ഇവൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി വിൽ ട്രൈ ടു കം. ഇവിടെ അല്ല, ഹൈദരാബാദിൽ, ബാംഗ്ലൂർ വരെ വന്ന് ഈവൻറ്റ് അറ്റൻഡ് ചെയ്ത് പോകുന്നത് ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. കാരണം നല്ല ദൂരമില്ലേ.
അപ്പം വീഡിയോ കൊണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒത്തിരി താങ്ക്സ്. അപ്പം ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ഗുഡ് ബൈ ഗൈസ്. ബൈ ബൈ.